വിശദമായി വരുമ്പോൾ ഇനി ഈ മണിക്കൂറിൽ പ്രധാനമാവുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ്. ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ ഡൽഹിയിൽ പ്രഖ്യാപിക്കും. ബിജെപിയുടെ ആസ്ഥാനത്ത്, പാർട്ടി ആസ്ഥാനത്ത് ഡൽഹിയിൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ മത്സരിക്കും, ഒന്നിലധികം മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുമോ, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് തന്നെയായിരിക്കുമോ ജനവിധി നേടുക, ഇതിനപ്പുറം ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയെന്നതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളും പ്രസക്തമാണ്. A+ സാധ്യതാ മണ്ഡലങ്ങളിൽ ആരൊക്കെ, തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും, അവിടുത്തെ സസ്പെൻസ് എന്തായിരിക്കും, ഒപ്പം തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ, ആറ്റിങ്ങലിൽ വി മുരളീധരൻ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ടോ, കെ സുരേന്ദ്രന് മാറ്റിവെച്ചിരിക്കുന്ന മണ്ഡലം പത്തനംതിട്ടയാകുമോ, ഇങ്ങനെ പ്രധാനമാകുന്ന നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഏറെ സസ്പെൻസുകളുള്ള ബിജെപിയുടെ പട്ടികയാണ് ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 150 ലോക്സഭാ മണ്ഡലങ്ങളുടെ പട്ടിക ഉടൻ തന്നെ ബിജെപി പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ 4 മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടക്കാൻ സാധ്യത. രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്, ആറ്റിങ്ങൽ അടക്കമുള്ള ഇടങ്ങളിൽ പ്രഖ്യാപനമാവുന്നതിന് മുമ്പ് തന്നെ അവിടെ വി മുരളീധരന് വേണ്ടി പ്രചരണ ബോർഡുകൾ സജീവമായി കഴിഞ്ഞു. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയും നേരത്തെ തന്നെ പ്രചരണം ശക്തമായിട്ടുണ്ട്. തിരുവനന്തപുരം പ്രധാനമായും സസ്പെൻസ് നിൽക്കുന്ന ഒരു ഇടമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പൊതുവിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ സസ്പെൻസ്. വിനോദ് ഉണ്ട്. വിനോദ്, ഞാൻ മനസ്സിലാക്കുന്നു വിനോദ് നിൽക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്താണ്. അവിടെ വി മുരളീധരൻ ഉടൻ തന്നെ അവിടെ വന്ന് അദ്ദേഹം ഡൽഹിക്ക് യാത്ര ചെയ്യുകയാണ്. എന്താണ് വിനോദ് ഈ നിലനിൽക്കുന്ന ഒരു സസ്പെൻസ്? ഉച്ചയ്ക്ക് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ കെ സുരേന്ദ്രനൊന്നും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന സൂചനകളായിരുന്നു. ആ തരത്തിൽ പ്രഖ്യാപനത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തെങ്കിലും സൂചനകൾ ബിജെപി ക്യാമ്പുകൾ നൽകുന്നുണ്ടോ? അല്പസമയത്തിൽ തന്നെ ബിജെപിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. ഏതാണ്ട് 150ഓളം പേരുടെ പട്ടികയാകും പുറത്തുവരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരാകും എന്നത് പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിനാണ് ബിജെപി നടത്താൻ ഒരുങ്ങുന്നത്. ബിജെപിയുടെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് JP നദ്ദ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തും. 100-ലധികം 150ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്നതിന്റെ സസ്പെൻസാണ് ബിജെപി പുറത്തുവിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഇടമേത്, അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത്തരം ഇടങ്ങളിലേക്ക് അദ്ദേഹം പോകുമോ എന്ന പ്രസക്തപ്പെട്ട ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ 4 ഇടങ്ങളിലെ ബിജെപിയുടെ പട്ടികയിൽ 4 ഇടങ്ങളാണ് പ്രധാനപ്പെട്ടത്. ആ 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ പ്രഖ്യാപനവും ഇന്ന് തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സസ്പെൻസ് സംബന്ധിച്ച സൂചനകൾ അങ്ങനെ എന്തെങ്കിലും പുറത്തു വരുന്നു? സൈത്ത്, ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ തൃശ്ശൂർ, ഈ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. ഈ 2 മണ്ഡലങ്ങളിലും തൃശ്ശൂർ സുരേഷ് ഗോപി അത് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം പ്രധാനമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബിജെപിയുടെ സംസ്ഥാന ഘടകവും അക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ കാലങ്ങളായി അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ വികസന പദ്ധതി ആയിരുന്നെങ്കിൽ കൂടിയും തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. മാത്രവുമല്ല, ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെയും വി മുരളീധരന്റെയും കാര്യമാണ് ഇതുവരെ ഉറപ്പായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സസ്പെൻസ് തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ ഈ പ്രഖ്യാപനം, ഒരുപക്ഷെ ഈ പ്രഖ്യാപനം വരുന്ന സമയത്ത് തന്നെ ചുവരെഴുത്ത് നടത്താനുള്ള തീരുമാനമാണ്. ബിജെപിയുടെ അറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആരാകും സ്ഥാനാർത്ഥി? രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം വളരെ സജീവമായി അദ്ദേഹത്തിന്റെ പേര് അവസാന റൗണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു നിൽക്കുന്നു. മാത്രവുമല്ല, നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ശക്തമായിരുന്നു. നടി ശോഭനയുടെ പേര് ഒരു സമയത്ത് പറഞ്ഞു കേട്ടു. ISRO ചെയർമാൻ സോമനാഥിന്റെ പേര് ഉയർന്നു വന്നു. കുമ്മനം രാജശേഖരന്റെയും VV രാജേഷിന്റെയും പേരുകൾ ഈ നിലയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കപ്പെടും എന്ന് കരുതുന്നു. മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എത്ര മണ്ഡലങ്ങളുടെ കാര്യത്തിലാകും കേരളത്തെ സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുക എന്നതിൽ ഇതുവരെയും നമുക്കൊരു
വ്യക്തതയില്ല. പത്തനംതിട്ട വളരെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന BJP വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു മണ്ഡലമാണ്. അവിടെ PC ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന നിലയ്ക്കുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അവിടേക്ക് അതേസമയം ശ്രീധരൻപിള്ളയുടെയും കുമ്മനം രാജശേഖരന്റെയും